السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമുക്കേവർക്കും അനുഭവിക്കുവാനുള്ള അന്തിമ നിമിഷങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ നമ്മൾ വിശദീകരിച്ചത്. ഒരു മരണവാർത്ത നമുക്ക് കേൾക്കേണ്ടി വന്നാൽ സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്കൊരുപാട് ബാധ്യതകൾ നമ്മിൽ ഓരോരുത്തരിലും ഉണ്ട്. അതുകൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം എന്നതിനാൽ ചില കാര്യങ്ങൾ അവിഷയകമായി എന്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഒരുപാട് ആളുകളുടെ മരണവാർത്തകൾ ഞാനും നിങ്ങളുമൊക്കെ ദിനേനയെന്നോണം കേട്ടുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നാൾ നമ്മുടെ മരണവിവരവും പലരും അറിയാനിരിക്കുന്നു, കേൾക്കാനിരിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തന്നിൽ നിന്ന് പിരിഞ്ഞുപോയത് തന്റെ ബന്ധുമിത്രാദികളിൽ ആരെങ്കിലുമാണെങ്കിൽ, തനിക്കേറ്റവും പ്രിയങ്കരായവരാരെങ്കിലുമാണെങ്കിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും തീക്ഷ്ണത അത് പറഞ്ഞറിയിക്കാനാവാത്തത്ര അനുഭവപ്പെടും എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇസ്ലാമിന്റെ പരിധികളെ, ഇസ്ലാം നിർണയിച്ച അതിർത്തികളെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു വിഷമപ്രകടനങ്ങളും ഒരു സങ്കടപ്പെടലുകളും ഉണ്ടാകുവാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ കണിശമായ കാഴ്ചപ്പാടാണ്. ജീവിതം എന്ന് പറയുന്നത് സുഖം മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. രാവും പകലും മാറി മാറി വരുന്നത് നാം കാണുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും.
സുഖങ്ങളുണ്ടാകുമ്പോൾ അത് നൽകിയ അള്ളാഹുവിനോട് ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദിയുള്ളവരായിക്കൊണ്ട് കൂടുതൽ വിനീതരാവുകയാണ് വേണ്ടത്. അഹംഭാവം നടിക്കുകയല്ല. അതുപോലെ തന്നെ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുഃഖങ്ങൾ എനിക്ക് നിശ്ചയിച്ചത് എന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാവുന്ന നാഥനാണ്. അതുകൊണ്ട് ഞാൻ സഹിക്കുന്നു, ക്ഷമിക്കുന്നു എന്ന മനോഗതി വെച്ച് പുലർത്തുകയും ആ ക്ഷമക്കും സഹനത്തിനും പകരമായി അക്ഷമയുടെയും സഹനമില്ലായ്മയുടെയും മേഖലയിലേക്ക് കുതിച്ചുചാടി അരുതായ്മകൾ ചെയ്യാതിരിക്കുവാനും സത്യവിശ്വാസികൾ എന്ന നിലക്ക് നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ജീവിതം എന്നത് പരീക്ഷണമാണ്. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആ വചനമാണ് വിശുദ്ധ ഖുർആനിൽ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ സൂക്തമായി ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. അല്ലാഹു തആല പറയുന്നു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അല്പം സുദീർഘമായ നിലക്ക് തന്നെ, വളരെ വിശദമായി തന്നെ അല്ലാഹു തആല നമ്മുടെ ഓരോരുത്തരുടെയും ഖൽബുകളിലേക്ക് ഇട്ട് തന്ന വാചകമാണത്. എന്താണ് അവിടെ റബ്ബ് പറയുന്നത്? നിങ്ങളെ നാം പരീക്ഷിക്കും എന്നല്ല പറഞ്ഞത്, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. ശക്തമായ സ്വരത്തിലാണ് ആ പ്രയോഗം. പരീക്ഷണം ജീവിതത്തിലെ കൂടപ്പിറപ്പാണ്. പരീക്ഷണമില്ലാത്തവര് ജീവിതം ഒരാളും സങ്കല്പിക്കേണ്ടതില്ല. ജീവിതമാണോ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു വരുന്ന പരിപാലകനായ റബ്ബ് തന്നെ നമ്മെ അറിയിക്കുകയാണ്, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഏതൊക്കെ മുഖേന പരീക്ഷിക്കും? വിശപ്പ് നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്നതാണ്, ഭയം നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ വനഖ്സിൻ മിനൽ അംവാലി, സാമ്പത്തിക കമ്മിയിലൂടെ പരീക്ഷിക്കുന്നതാണ്. വൽ അൻഫുസി, ശാരീരികമായ ന്യൂനതകളിലൂടെ പരീക്ഷിക്കുന്നതാണ്. വസ്സമറാത്ത്, ഫലകായികനികളുടെ കമ്മി മുഖേനയും നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. ഈ നിലക്ക് ശാരീരികമായും സാമ്പത്തികമായും അതുപോലെ തന്നെ മാനസികമായുമൊക്കെ നിങ്ങൾ ശക്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വരും ജനങ്ങളെ. ആ ഘട്ടത്തിൽ നിങ്ങളുടെ കർത്തവ്യം എന്താണ്? ആ ഘട്ടത്തിൽ ഓ മുസ്ലിമേ, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, അവന്റെ കർത്തവ്യം എന്താണ്? വബശ്ശിരിസ് സാബിരീൻ, ക്ഷമാലുക്കൾക്ക്, സഹനം കൈക്കൊള്ളുന്നവർക്ക് നബിയെ സന്തോഷ വാർത്ത അറിയിക്കൂ. ക്ഷമിക്കാൻ ആർക്കാണ് കഴിയുന്നത്? സഹിക്കാൻ ആർക്കാണ് കഴിയുന്നത്? അവരോട് പറയൂ, അവര് ഭാഗ്യവാന്മാരാണ്. അവരോട് സന്തോഷത്തിന്റെ വർത്തമാനം അറിയിക്കൂ നബിയേ. എന്താണ് ആ സ്വാബിരീങ്ങളുടെ ലക്ഷണം? സഹനമുള്ളവരുടെ ലക്ഷണം എന്താണ്? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്ക് വല്ല മുസീബത്തും ബാധിച്ചു കഴിഞ്ഞാൽ ഖാലൂ, അവര് പറയുന്നതാണ്, ഇന്നാ ലില്ലാഹ്, ഞങ്ങളൊക്കെ അല്ലാഹുവിൻ്റെതാണ്, ഞങ്ങളൊക്കെ അല്ലാഹുവിനുള്ളതാണ്. വ ഇന്നാ ഇലൈഹി, നിശ്ചയമായും ഞങ്ങളൊക്കെയും അവങ്കലേക്ക് തന്നെ റാജിഊൻ, മടങ്ങുന്നവര് തന്നെ. ഞങ്ങളൊക്കെ അള്ളാന്റെതാണ്. ഞങ്ങളിൽ എന്തും വിധിക്കാൻ അല്ലാഹുവിന് അധികാരമുള്ളവനാണ്. ഞങ്ങളുടെ എല്ലാം നൽകിയത് അവനാണ്.
ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് അവനാണ്. ഞങ്ങളുടെ എല്ലാം ആ റബ്ബിന്റെ കൺട്രോളിലാണ്, ആ റബ്ബിന്റെ കൈകളിലാണ്, ആ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്തൊന്ന് എന്നിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും, ഞങ്ങളിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും, അതെന്റെ മാനസികമായ കാര്യത്തിലാണെങ്കിലും, എന്റെ ശാരീരിക പ്രശ്നത്തിലാണെങ്കിലും, എന്റെ സാമ്പത്തികമായ കാര്യങ്ങളിലാണെങ്കിലും, എന്റെ കുടുംബപരമായ വിഷയത്തിലാണെങ്കിലും, എന്റെ സാമൂഹ്യപരമായ മേഖലയിലാണെങ്കിലും, എന്റെ ഏതേത് രംഗങ്ങളിലാണെങ്കിലും എന്റെ റബ്ബിന് എന്തും ചെയ്യാൻ അധികാരമുള്ളവനാണ്. എന്ത് നടപടിയും എന്റെ മേലെടുക്കാൻ അധികാരമുള്ളവനാണ്. ആ നിലയ്ക്ക് എന്നെ പരിപാലിച്ചു വരുന്ന